വയറ്റിൽ നിന്നും ശരിയായിട്ട് രാവിലെ ഒന്നും പോയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ ഒരു അസ്വസ്ഥത അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ ശരിയായ രീതിയിൽ വയറ്റിൽ നിന്നും പോകാത്തത്? ഇത് നമ്മളുടെ കുടലിൻ്റെ ആരോഗ്യം മോശമായതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഞാൻ ഡോക്ടർ ശ്രീകല, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്നവരെന്നൊക്കെ ഒരുപാട് പേരുണ്ട്. അത് പലർക്കും പല രീതിയിലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ചില ആളുകൾക്ക് തീരെ പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല, ഒരു താല്പര്യമേ ഉണ്ടാവില്ല. എന്നാൽ ചില ആളുകൾക്ക് വയറ്റിൽ നിന്ന് പോകണമെന്നുണ്ടാവും, എന്നാലും മലം പോരാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. ചില ആളുകൾക്ക് എത്ര പോയാലും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അവസ്ഥ അങ്ങനെ രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അതാണ് മലബന്ധം എന്ന് പറയുന്നത്. എന്നാൽ ഈ മലബന്ധം കാരണം മറ്റു പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഒരു ദഹന വ്യവസ്ഥേനെ മാത്രമൊന്നുമല്ല ഇത് അഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഒരു തലവേദന അല്ലെങ്കിൽ ഓക്കാനം പോലെയോ ഛർദി പോലെയോ ഒരു ഉറക്കച്ചടവ്, ക്ഷീണം, മൊത്തത്തിൽ നമുക്കൊരു കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, അങ്ങനെയൊക്കെ നമുക്ക് ഇത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഈ മലബന്ധം വരാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കാരണങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തിയാൽ അതിനെ പരിഹരിക്കാനും നമുക്ക് പെട്ടെന്ന് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ആമാശയം, ചെറുകുടൽ, വൻകുടൽ, പിന്നെ മലാശയം, അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഭക്ഷണം കടന്നു പോകുന്നത്. അപ്പോൾ ഈ വൻകുടലിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാ ന്യൂട്രിയൻസും അതുപോലെ വെള്ളമൊക്കെ കൂടുതലായിട്ടും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം 25 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് കുടിക്കേണ്ടത്. ആ ഒരു കണക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ മലം ഉറച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ നമ്മുടെ ഭക്ഷണ രീതി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. പ്രധാനമായും നമ്മൾ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കുക, നോൺ വെജ് ഐറ്റംസ് ഡെയിലി കഴിക്കുക, അങ്ങനെയൊക്കെ കഴിച്ചാൽ നമുക്ക് വേണ്ടത്ര ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാതെ വരികയും അങ്ങനെ അത് മലബന്ധത്തിലേക്ക് കാരണമാവുകയും ചെയ്യുന്നു. മലബന്ധം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ മലം ഏത് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും. കൂടാതെ ഉറക്കക്കുറവ് മലബന്ധം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടാത്ത ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശോധനയും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഉറക്കക്കുറവ് മലബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കൂടാതെ സ്ട്രെസ്സ്, നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന പല സ്ട്രെസ്സുകളും മലബന്ധത്തിലേക്ക് കാരണമാകുന്നുണ്ട്. കൂടാതെ എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ. ഇന്ന് നമുക്കറിയാം, പലരും നമുക്കിങ്ങനെ കൂടുതൽ സമയം ഇരുന്നിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളും എക്സസൈസ് ചെയ്യാനൊന്നും സമയമില്ല, അങ്ങനെ അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് എക്സസൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു മോഷൻ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കില്ല. വൻകുടലിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് മലബന്ധമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ കാൽഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളുടെ അഭാവം മൂലം മലബന്ധം ഉണ്ടാകാം. മറ്റു പല അസുഖങ്ങളുടെയും ഭാഗമായിട്ട് മലബന്ധം ഉണ്ടാകാറുണ്ട്. അതായത് ഇപ്പോൾ ഡയബറ്റീസ് അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതുകൂടാതെ നമ്മുടെ പ്രോസ്റ്റേറ്റ്, പുരുഷന്മാരിലുണ്ടാകുന്ന പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ, ഹെർണിയൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നിവ കാരണം ഉണ്ടാകാം. കൂടാതെ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് ഹൈപ്പോ തൈറോയിഡിസത്തിലൊക്കെ മലബന്ധം കണ്ടുവരുന്നുണ്ട്. കൂടാതെ അമിതവണ്ണമുള്ളവർ, ക്യാൻസർ ഉള്ളവർക്ക് ഉണ്ടാകാം. നമ്മുടെ വൻകുടലിൻ്റെ സ്പീഡ് ശരിയായി നടക്കാത്തത് കൊണ്ട്, അതായത് അതിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള അസുഖങ്ങളിലും ഇങ്ങനെ മലബന്ധവും അതുപോലെ വയറിളക്കമൊക്കെ മാറി മാറി വരാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ വെജിറ്റബിൾസ്, പച്ചക്കറികളും പഴങ്ങളൊന്നും കറക്റ്റായിട്ട് ഉൾപ്പെടുത്താതെ വളരെ കുറച്ച് കഴിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഡയറ്ററി ഫൈബേഴ്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് മലബന്ധം വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ചില മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. ചില ആൾക്കാർ എന്നും ലാക്സേറ്റീവ്സ് അല്ലെങ്കിൽ ശോധനയ്ക്ക് വയറ്റിൽ നിന്ന് പോകാൻ എന്നും മരുന്ന് കഴിച്ചാലേ അവർക്ക് വയറ്റിൽ നിന്ന് പോവുള്ളൂ. ഇങ്ങനെയുള്ള മരുന്നുകൾ ഇവർ അമിതമായിട്ട് ഉപയോഗിക്കുമ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് മലബന്ധം ഉണ്ടാകാറുണ്ട്. അതുകൂടാതെ ചിലർക്ക് മാറ്റിവെക്കുന്ന ശീലമുണ്ട്. അതായത് ഇപ്പം ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി വന്നാലും അവർ ഒരു മടി കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുകൾ കാരണമൊക്കെ അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു കുറച്ച് സമയം അത് ഒന്ന് നീട്ടി വെച്ചു ടോയ്ലറ്റ് പോകാനുള്ളത്, അപ്പം പിറ്റേ ദിവസം നിങ്ങൾക്ക് അത് പിന്നെ അങ്ങനെ ഒരു ടെൻഡൻസി വരില്ല. അതായത് ഈ മാറ്റിവെക്കുന്ന ശീലം ഉള്ളവർക്ക് മലബന്ധം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മലബന്ധമുള്ളവർ, അവർക്കിത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് മലബന്ധം അനുഭവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതിനെ നോർമലാക്കാൻ വേണ്ടിയിട്ട്, നോർമലി നമ്മുടെ ദിനചര്യൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ശോധന കിട്ടാൻ വേണ്ടിയിട്ടും
ഇങ്ങനെ മലബന്ധം ഒഴിവാക്കാനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങൾ എന്നും ഒരേ ടൈമിൽ തന്നെ ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാറ്റി വയ്ക്കുന്ന ശീലം നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഇനി നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി വന്നാൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മലശോധന നടത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് കൂടുതൽ പിടിച്ചു വെക്കാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക. ഇനി ടോയ്ലറ്റ് പോകുന്ന സമയത്ത് കൂടുതൽ നമ്മൾ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഫോണൊക്കെ ഒരുപാട് സമയം ഉപയോഗിച്ചിട്ട് ഇരിക്കുന്ന ആ ഒരു ശീലം, ഒരുപാട് സമയം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ശീലം ഒഴിവാക്കുക. അതുപോലെ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് കൂടുതലായിട്ട് മുന്നിലേക്ക് കുനിഞ്ഞോ അല്ലെങ്കിൽ ബാക്കിലേക്ക് ചാരിയോ ഇരിക്കാതിരിക്കുക. നടു നിവർത്തി തന്നെ ടോയ്ലറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ ഡയറ്ററി ഫൈബേഴ്സ് ഉൾപ്പെടുത്തണമെന്ന് എല്ലാവർക്കും അറിയായിരിക്കാം. ഈ ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മലബന്ധം ഉള്ള ഒരാളാണ് നിങ്ങൾ, കുറച്ച് ഭക്ഷണം ഡയറ്ററി ഫൈബേഴ്സ് ഉള്ള ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് നല്ല ശോധന കിട്ടില്ല. നിങ്ങൾക്ക് നിത്യശോധന കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു തുടർച്ചയായിട്ടൊരു 10 ദിവസമൊക്കെ ഇങ്ങനെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ നിങ്ങൾക്ക് നിത്യശോധന കിട്ടും. അപ്പോൾ ഈ ഡയറ്ററി ഫൈബേഴ്സ് 2 തരത്തിലുണ്ട്. ഇൻസൊല്യൂബിൾ ഉണ്ട്, സൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ആണ് ഓട്സ്, ബാർലി, അതുപോലെ തന്നെ ബീൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുക. അതുപോലെ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ആണ് നമ്മുടെ തവിടുള്ള അരി, ഗോതമ്പ് എന്നിവയൊക്കെ. അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഡയറ്ററി ഫൈബേഴ്സ് കിട്ടും. ഇനി പച്ചക്കറികളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, അതിലൊക്കെ ധാരാളം ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. രാവിലെ നമുക്ക് ചോറിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾ ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ അല്ലെങ്കിൽ ജ്യൂസാക്കി കഴിക്കുന്നതിന് നല്ലത് നിങ്ങൾ ഉപ്പേരിയാക്കിയിട്ടൊക്കെ കഴിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫ്രൂട്ട്സിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൾ, ഇനി ആപ്പിൾ ചിലപ്പോൾ ഡെയിലി കഴിക്കാൻ പറ്റില്ലെങ്കിൽ പപ്പായയിലൊക്കെ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്, അത് കഴിക്കാം. അതുപോലെ തന്നെ നട്ട്സ്, നമ്മുടെ ബദാം, വാൾനട്ട്, ഇതിലൊക്കെ ധാരാളം ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നട്ട്സ് കഴിക്കാൻ പറ്റാത്തവരാണ്, വാങ്ങാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളപ്പിച്ച ചെറുപയർ, കടല എന്നിവയൊക്കെ അതിന് പകരം കഴിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് പ്രതിരോധശേഷി കുറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നമ്മുടെ ഓറഞ്ച്, നാരങ്ങ, മുസമ്പി എന്നിവയൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ എക്സസൈസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബെല്ലി ഫാറ്റ്, വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ രീതിയിലുള്ള അങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വൻകുടലിന് കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കിട്ടുകയും അങ്ങനെ ആ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആവുന്നത് വഴി നമുക്ക് ശോധന ശരിയായ രീതിയിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ രാവിലെ എന്തായാലും എണീറ്റുടനെ തന്നെ ഈ ഒരു എക്സസൈസുകൾ ചെയ്യുക. ഇനി വൈകുന്നേരം നിങ്ങളൊരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് വാരി വലിച്ച് അമിതമായിട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 2.5 മണിക്കൂർ ഗ്യാപ്പെങ്കിലും നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കില്ല, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 6 to 8 മണിക്കൂർ എന്തായാലും ഉറങ്ങിയിരിക്കണം. അതിനിപ്പോൾ വേറെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗയോ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്ത് എക്സസൈസുകൾ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക. ഈ മലബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും അതിനൊരു വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു 2-3 ദിവസം ഒരു മലബന്ധം വന്നു, പിന്നെ നോർമൽ ആയി എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാലങ്ങളായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ മലം ശോധന കറക്റ്റായിട്ട് പോകാത്തതെന്നുള്ളത് നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പല ടെസ്റ്റുകളുണ്ട്, കോളനോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് നാളായി മലബന്ധം നിങ്ങൾക്ക് അനുഭവിക്കുകയാണെങ്കിൽ അത് മറ്റ് പല ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലുള്ള ബുദ്ധിമുട്ടുകൾ, മലാശയ, ക്യാൻസറിൻ്റെ കാരണമായിട്ടൊക്കെ ഇങ്ങനെ മലബന്ധം വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മലബന്ധം വരുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളും നിങ്ങൾ എടുക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ മലബന്ധത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തും. അടിസ്ഥാന കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തുക. അത് ഭക്ഷണത്തിലുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്ത് കാരണങ്ങളാണെങ്കിലും അത് കണ്ടെത്തും. അതിനുശേഷം ആ രോഗീൻ്റെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളും മാനസികമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അപ്രോച്ചിലൂടെയാണ് ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സഹായം തേടും. അതിനുശേഷം ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ആണ് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല.
ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്നുകൾ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.